നമസ്കാരം. പെരിഗമന ശ്രീനാഥ നമ്പൂതിരിയാണ്. ഐശ്വര്യം വേണ്ടാത്തവരും ഐശ്വര്യത്തെ ചിന്തിക്കാത്തവരും ഐശ്വര്യത്തിന് വേണ്ടി ഓടാത്തവരും കുറവല്ല. എങ്കിൽ ഐശ്വര്യം എന്നുള്ള വാക്ക് വിട്ടൊഴിച്ചിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല. കാര്യം ഐശ്വര്യമാണ് നമ്മുടെ എല്ലാ ആനന്ദത്തെയും പൂർണ്ണമായ സംതൃപ്തിയെയും കൊണ്ടുവരുന്നത്. ജീവിതം എന്നുള്ള അനുഭവത്തെ തന്നെ നമുക്ക് ഈ ഐശ്വര്യത്തോടു കൂടി ആവുമ്പോഴേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. മറ്റുള്ള തരത്തിൽ നമ്മളതിനെ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഐശ്വര്യത്തെ നിലനിർത്തുക, ഐശ്വര്യത്തെ പൂർത്തീകരിക്കുക, ഐശ്വര്യത്തെ നല്ലതുപോലെ വളർത്തിക്കൊണ്ടുവരിക, അത് പുത്രപൗത്ര പരമ്പരകളിലേക്ക് നമുക്ക് പിന്തുടരാൻ വേണ്ടി സാധിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സനാതനധർമ്മത്തിൽ ഭാരതീയ സംസ്കൃതിയിലേ കാണുള്ളൂ എന്നാണ്. നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിന് മാത്രമുള്ള ഒരു വിശേഷമാണ് കർമ്മഭൂമിയാണ്. പരമമായ മോക്ഷത്തിന് വേണ്ടിയിട്ട് ആനന്ദത്തോടുകൂടി ജീവിക്കുന്നവന് മാത്രം അവകാശമുള്ളതാണ് ഈ പരമമായ മോക്ഷം, ശാന്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭാരതീയർക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള ഒരു കേമത്താണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സംസ്കാരത്തിലും നമുക്ക് ഭാരതത്തിന് ഈ ഒരു മഹത്വമാണ്. അതിൻ്റെ പ്രത്യേകത ഈ ഐശ്വര്യമാണ് നമുക്കെല്ലാം. നമ്മൾ ഐശ്വര്യത്തെ മറ്റുള്ളവർക്ക് പരസ്പരം ഭാവയന്താം, ഭഗവാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലേക്ക് കൊടുത്ത് നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അതാണ് നമ്മൾ ഈ ഐശ്വര്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കുന്നതിൽ വളരെ പ്രാധാന്യം കാണുന്നത്. നമുക്ക് ഒരേ സമയത്ത് കൊടുക്കുവാനും ഒരേ സമയത്ത് സ്വീകരിക്കാനുമുള്ള ആർജവമാണ് ഇത്രേ ഐശ്വര്യം നിലനിർത്താൻ വേണ്ടത്. അതിന് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുക, അതോടൊപ്പം തന്നെ കർമ്മങ്ങൾ അതുപോലെ പൂർത്തീകരിക്കാൻ സാധിക്കുക. ധാർമ്മികമായ കർമ്മങ്ങൾ ചെയ്തിട്ടും എത്രയോ പേർക്ക് ഇന്നത്തെ കാലത്ത് സമ്പത്ത് വരുന്നില്ല, ഐശ്വര്യം നിലനിർത്താൻ സാധിക്കുന്നില്ല. അത് ഐശ്വര്യം എന്നുള്ള വാക്ക് നമുക്കറിയാലോ, ഇപ്പോൾ കേൾക്കുമ്പോൾ അത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറ്റ് മെറ്റീരിയൽ ലൈഫിലുള്ള ഒരു സാധനങ്ങളുമല്ല. ആത്യന്തിക ഐശ്വര്യം എന്നുള്ളത് മനസ്സിൻ്റെ പൂർണ്ണമായ തൃപ്തിയാണ്. അത് ആ വ്യക്തിയുടെ മുഖത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിന് അഷ്ടലക്ഷ്മി ഭജനമാണ് ഭാരതീയ സംസ്കൃതിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ദേശത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഭാരതീയ ആൾക്കാരെ സംബന്ധിച്ച് വളരെയധികം മാറ്റമുള്ളതാണ്. നമ്മൾ ഇതിനെ ഒരു വ്യവഹാര വസ്തുവായിട്ടല്ല കാണുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വസ്തുവാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് ശാന്തി കിട്ടേണ്ടുന്ന വസ്തു ഈ ഒരു ഐശ്വര്യത്തിൽ നിന്നാണ് എന്ന തിരിച്ചറിവാണ് ഭാരതീയർക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെയ്യുന്ന പ്രവൃത്തിയിലും കർമ്മത്തിലും എല്ലാ ദ്രവ്യത്തിലും ഭാരതീയർ പരമമായ സത്യത്തെ പ്രതിഷ്ഠിച്ചിരുന്നു എന്ന് പറയാൻ കാരണം. അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് നിത്യജീവിതത്തിൽ ഇന്നിപ്പോൾ എത്രയോ പേര് എത്ര കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായ ഐശ്വര്യക്കുറവും മറ്റുള്ള ഭൗതിക ജീവിതത്തിലെ തൃപ്തിയില്ലായ്മയൊക്കെ അനവധി ആൾക്കാർക്ക് കാണാൻ സാധിക്കും. അത് കേട്ടപ്പോൾ അത് അനവധി ആൾക്കാരുടെ നിത്യ സന്ദർശനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെയാണ് ഓരോ തരത്തിലുള്ള വിഷയവും നമ്മൾ തിരഞ്ഞെടുത്തിടുന്നത്. അപ്പോഴാണ് അഷ്ടലക്ഷ്മി ഭജനം എന്നുള്ളത് വളരെ ഉത്തമമാണ്. ഭഗവാൻ പോലും ചെയ്ത് കാട്ടിക്കൊടുത്തതായ അഷ്ടലക്ഷ്മിയായിട്ടുള്ള ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, വിദ്യാലക്ഷ്മി തുടങ്ങിയതായിട്ടുള്ള 8 തരത്തിലുള്ള ലക്ഷ്മിമാരെ നിത്യജീവിതത്തിൽ നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റേ വേണ്ടു. നിത്യം ഈ ഒരു മന്ത്രത്തെ ജപിച്ച് നിത്യം ഈ ഒരു സ്തുതിയോടുകൂടി, പാരായണത്തോടുകൂടി, സ്മരണയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്മി കടാക്ഷത്തെ സ്വീകരിക്കാൻ സാധിക്കണം. എല്ലായിടത്തും ശക്തിയാണെങ്കിൽ ആ ശക്തി സ്വരൂപിണിയായിട്ടുള്ള അമ്മ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ലക്ഷ്മി എന്ന ഭാവത്തിൽ കൂടിയിരിക്കേണ്ടത്. അത് എപ്രകാരത്തിൽ വേണം എന്നുള്ളത് നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ഒരേ ഒരാളാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. ഭഗവാന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 8 വിവാഹങ്ങൾ ആദ്യം കഴിച്ചിട്ടുള്ള ഭഗവാൻ അത് 8 ലക്ഷ്മിമാരെ തന്നെയാണ്. രുക്മിണി, സത്യഭാമ, ജാമ്പവതി, ആളിന്തി, മിത്രവിന്ദ, ശൈബ, ലക്ഷ്മണ, രോഹിണി തുടങ്ങിയതായിട്ടുള്ള ഈ 8 പേരും 8 തരത്തിലുള്ള ലക്ഷ്മിമാരായിട്ടാണ് കാണുക. 8 ലക്ഷ്മികളോടുകൂടി ജീവിച്ച ഭഗവാനായിരുന്നു നമ്മുടെ എല്ലാ പുരാണത്തിലും ഒരേ സ്വരത്തിൽ എല്ലാ പുരാണങ്ങളും പറയും, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. പരമമായ ഒരു മനുഷ്യ ജീവിതത്തെ പരമമായ ആനന്ദം കൊണ്ട് മാത്രം പൂർത്തീകരിച്ച ഒരേ ഒരാളാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്.
അപ്പോൾ 8 ലക്ഷ്മികളുടെ ഒരു അധിപനായി നമുക്ക് ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ച ഒരേ ഒരാളാണ്. ഇന്ന് ലക്ഷ്മിയുടെ പിറകെ, ഐശ്വര്യത്തിൻ്റെ പിറകെ പോകുന്ന നമ്മൾ ഈ ഒരു കഥയാണ് ഈ കലിയുഗത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി കേൾക്കേണ്ടത്. ആദ്യം നമ്മൾ 8 ലക്ഷ്മിമാരുടെ കഥകളെ നമുക്ക് തിരിച്ചറിയാം. ആദിലക്ഷ്മി എന്നുള്ളത് ഭൃഗുപുത്രിയായ ആ ബ്രഹ്മദേവന്റെ മാനസ സങ്കല്പപുത്രിയായ അവതാരമാണ് ഈ ആദിലക്ഷ്മി എന്നുള്ളത്. അത് എല്ലാ ദേവന്മാരുടെയും ഐശ്വര്യത്തിന് പാത്രമായിട്ടുള്ള ഒരു മഹാദേവിയാണ്. അപ്പോൾ തന്നെ നോക്കൂ, ദേവന്മാർക്ക് പോലും എപ്പോഴും ലക്ഷ്മി കടാക്ഷം ആവശ്യമാണ്. അങ്ങനെ ആദിലക്ഷ്മിയുടെ ധ്യാനത്തെ നമുക്ക് കേട്ടു നോക്കാം. ഓം സുമനസവന്ദിത സുന്ദരി മാധവി ചന്ദ്രസഹോദരി ഹേമമയേ മുനിഗണമണ്ഡിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുദേ പങ്കജവാസിനി ദേവസുപൂജിത സദ്ഗുണവർഷിണി ശാന്തിയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ആദിലക്ഷ്മി സദാ പാലയമ. ആദിലക്ഷ്മി അഥവാ മഹാലക്ഷ്മി എന്നുള്ളത് ലക്ഷ്മിയുടെ ആദിമ രൂപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ലക്ഷ്മി ദേവിയുടെ സൃഷ്ടി എവിടെ നിന്നാണോ ആരംഭിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ്. ഭൃഗുമഹർഷി, ബ്രഹ്മപുത്രനായ ഭൃഗുമഹർഷിയുടെ പുത്രിയായിട്ടാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി അവതരിച്ചിട്ടുള്ളത്. പാലാഴി മഥന സമയത്ത് ദേവന്മാരുടെയും അസുരന്മാരുടെയും കാര്യസാധക, കാര്യത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ആടിയതായ ഒരു അത്ഭുത ലീലയാണ് അമൃതമഥനം. ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് സവിസ്തരം നമുക്ക് ഈ ലക്ഷ്മി ദേവിയുടെ ആദിലക്ഷ്മിയായ മഹാലക്ഷ്മിയായ ഭഗവതിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സമ്പത്തിന് പിറകെ പോകുന്ന മനുഷ്യരുടെ ഉള്ളിലുള്ള ആ ദേവന്മാരുടെയും അസുരന്മാരുടെ ഉള്ളിലുള്ള കഥയായി നമുക്ക് കാട്ടിത്തരുന്നു. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ ഈ നന്മ തിന്മകൾക്ക് സ്ഥാനം നമ്മൾ അത്യധികം കൊടുത്തു പോകുന്നു. ആ സമയത്താണ് നമുക്ക് ഭഗവത് സ്വരൂപത്തെ നമ്മിൽ നിന്നും അകന്നു പോവുക, ലക്ഷ്മി നമ്മിൽ നിന്നും അകന്നു പോവുക. നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈശ്വരന് വേണ്ടിയിട്ടുള്ള ഒരു ഭാവത്തെയാണ് അവിടെ കാട്ടിത്തന്നത്. അങ്ങനെ ആ ലക്ഷ്മി ദേവി നന്മയുടെ സ്വരൂപമായ ദേവന്മാരെ പോലും പിന്തള്ളി ഭഗവാനിലേക്കാണ് എത്തിച്ചേർന്നതെങ്കിൽ ആ സമയത്ത് ഭഗവാൻ ഇതിലൊന്നും വ്യാപൃതനായിരുന്നില്ല. ലക്ഷ്മിയുടെ പിറകെ പോവാതിരുന്ന ആ ഭഗവാനിലേക്കാണ് ലക്ഷ്മി ദേവി എത്തിച്ചേർന്നത്. അങ്ങനെ ഒരു കഥ നമുക്ക് പാലാഴി മഥനത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അതിനർത്ഥം എന്താണ്? ഈ മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നന്മ തിന്മകളുടെ വിശകലനം മാറ്റി എന്നെന്നും ആത്യന്തികമായ നിഷ്കാമം നിയതഃ സ്വധർമ്മചരണം, അവനവൻ്റെ ഒരു ധർമാചരണത്തിൻ്റെ ഭാഗമാണ് ഈ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതും ഐശ്വര്യത്തെ ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഭജനങ്ങൾ ചെയ്യുന്നതും ജപങ്ങൾ ചെയ്യുന്നതും ഒക്കെ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ആദിലക്ഷ്മിയെ ആരാധിക്കുന്നതോടുകൂടി ഭവനത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു അഭിവൃദ്ധിയാണ് വരിക. നമ്മൾ പറഞ്ഞു, ധനം മാത്രമല്ല, അന്യേ ധനാവി ജനരൂപ തപ ശ്രുതൗജ തേജ പ്രഭാവ ബലപൗരുഷ ബുദ്ധിയോഗാഹ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ധനം മാത്രമല്ല, ജനങ്ങളുടെ ഒരു സ്വരൂപമല്ല, സൗന്ദര്യമല്ല, അവരുടെ തപസ്സല്ല, ബുദ്ധിയല്ല, യശസ്സല്ല, അവരുടെ പലതരത്തിലുള്ള അദ്ഭുത യോഗങ്ങളല്ല, ഒന്നുമേ അല്ല ഒരു മനുഷ്യനെ ആത്യന്തിക തലത്തിൽ ലക്ഷ്മി സമേതനാക്കുന്നത്, സമ്പത്തിനുടമയാക്കുന്നത്, അവന് ആത്യന്തികമായി ഈ ലോകത്തിലേക്കുള്ള ഒരു നിസ്വാർത്ഥമായ ഒരു യജ്ഞഭാവത്തിലുള്ള ഒരു ജീവിതം ഉണ്ടാവുമ്പോഴാണ്. യാതൊന്നിനോടും ഒരു ക്രൂരത തോന്നാതെ. നമുക്ക് നന്മതിന്മകൾ അങ്ങനെയാണ്, വേണ്ടതിനെ നമുക്ക് തരംതിരിക്കാൻ അറിയാം. ഇന്നു മുതൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. എല്ലാത്തിനോടും ഒരു ഭാവം നാം. സർവഭൂതേഷു യഃ പശ്യേത്,
എന്തിനെ കണ്ടാലും നമുക്ക് ഭഗവത് വിചാരം തോന്നുന്നവരുടെ മനസ്സിലേക്കാണ് ഈ ലക്ഷ്മി കടാക്ഷം വരിക. അതാ പറയാ, ഭഗവത് പാദര് പോലും ഭഗവതിയെ ആരാധിച്ചിരുന്നത് സമ്പത്ത് ഉണ്ടാക്കാനല്ല. അദ്ദേഹം മഹാജ്ഞാനിയാണ്, ശ്രീ ശങ്കര ഭഗവത് ഗുരു. അപ്പൊ അദ്ദേഹം പോലും ഈ ലക്ഷ്മിയെ ആരാധിച്ചു. അംഗം ഹരേ പുളകഭൂഷണം ആശ്രയന്തിം ഭൃംഗാംഗന മുകുളാഭരണം തമാലം. ഏതൊരു ഭഗവതിയുടെ ശക്തിപ്രഭാവമാണോ ഈ ലോകവും ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളും അലങ്കരിക്കപ്പെടുന്നത്, ഇങ്ങനെ പ്രവർത്തനമായി സഞ്ചരിക്കുന്നത്, അതൊക്കെ ആ ഭഗവാൻ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു സമ്പത്തിന് ആദിലക്ഷ്മിയായ മഹാലക്ഷ്മിയെ ഈ ഒരു ധ്യാനത്തെ നിങ്ങൾ ഹൃദയസ്ഥമാക്കി നിത്യം അത് ഉരുവിടാൻ സാധിക്കട്ടെ. ഇനി അടുത്തതായിട്ടുള്ളത് ധനലക്ഷ്മിയാണ്. ധനലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സമ്പത്തിനെ സംബന്ധിക്കുന്നതാണ് ധനലക്ഷ്മി. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലുള്ള പുരോഗതി നിത്യജീവിതത്തിൽ അഥവാ നമ്മുടെ മെറ്റീരിയൽ ലൈഫിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഈ ഭൗതിക സമ്പത്ത്. അപ്പോൾ അതിനെ സുസ്ഥിരമായി നമുക്ക് നിർത്താൻ സാധിക്കണമെങ്കിൽ പണ്ടുകാലത്ത് മുതൽ എന്നും ഇന്നും നാം ആരാധിക്കേണ്ടത് ഈ ധനലക്ഷ്മിയായ ഭഗവതിയാണ്. ധാരാളം ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ഒരു കുടത്തിൽ നിറയെ ധനകുംഭം ഭക്തന്മാർക്ക് മുന്നിൽ കമിഴ്ത്തിക്കൊണ്ട് അഭയ വരദഹസ്ത ദായിനിയായിക്കൊണ്ട് അനുഗ്രഹ മാതാവായിക്കൊണ്ട് ആ ധനലക്ഷ്മിയെ എമ്പാടും നമ്മുടെ ഗൃഹങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നമ്മൾ ആ ഒരു ചിത്രം നമ്മൾക്ക് കാണാറുണ്ട്, അധികമായി കാണുന്ന, ഗുരുവായൂരപ്പനോടൊപ്പം ഈ ലക്ഷ്മിയെ കൂടി കാണുന്ന ആ ധനലക്ഷ്മിയെ നിത്യം ഈ അഷ്ടലക്ഷ്മികളിൽ ചേർത്ത് നമുക്ക് ആരാധിക്കാൻ സാധിക്കണം. ആ ഭഗവത് പത്നിമാരിൽ എല്ലാ ലക്ഷ്മികളും ചേർന്ന് നിന്നിട്ടുള്ള ഒരേ ഒരു പുരുഷൻ എന്നുള്ളത് ശ്രീകൃഷ്ണനാണ്. ആ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരിൽ സത്യഭാമ എന്നുള്ളതാണ് ഈ ധനലക്ഷ്മി ആയിട്ടുള്ളത്. പുരാണത്തിൽ യാദവനായിട്ടുള്ള സത്രാജിത്തിന്റെ മകളായിട്ടുള്ള അതിധനികനായിട്ടുള്ള ആ ഒരു സത്രാജിത്തിന്റെ മകളായിട്ട് തന്നെയാണ് ധനിക, വീട്ടിൽ തന്നെയാണ് ധനികന്റെ മകളായിട്ടാണ് ഈ ഒരു അവതാര സ്ത്രീയും ഉണ്ടായിട്ടുള്ളത്. ആ സത്യഭാമാസമേതനായിട്ടും ഭഗവാൻ തെല്ലിട്ട് പോലും ഭ്രമിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഇത്രയും ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കുമാകും, അത്രയും ചിലപ്പോൾ സമ്പത്തുണ്ടാകുന്ന ഒരു ഭാര്യ ഉണ്ടായിട്ട് കൂടി എനിക്ക് മറ്റുള്ളവരെ അത് പ്രദർശിപ്പിക്കാനോ മറ്റുള്ളവരുടെ ദോഷത്തിലേക്ക് എത്തിക്കാനോ എനിക്കത് സാധിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ധനം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറയാം. നമുക്ക് മറ്റുള്ളതിനെ നശിപ്പിക്കാനോ മറ്റുള്ളതിനു വേണ്ടിയിട്ടോ ഈ ധനത്തെ വിനിയോഗിക്കാൻ പാടില്ല. പഞ്ചതാ വിഭജൻ വിത്തം ഇഹാമുത്രജമോദതേ എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ അവിടെ വാമനാവതാര കഥയിലാണ്. സത്യത്തിൽ തോന്നാറുണ്ട്, ഈ ഭാഗവതം ശ്രദ്ധിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം പഠിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ അനവധി സംശയങ്ങളുടെ ഒരു വിരാമം അവിടെ സംഭവിക്കും. എല്ലാത്തിലും ഒരു ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവനവന് വേണ്ടിയിട്ടും ധർമായ, യശസായ, അർത്ഥായ, കാമായ, സ്വജനായ ധാർമ്മിക വിഷയങ്ങൾക്ക് ഈ ലോകത്തിലേക്ക് സമ്പത്ത് നമ്മുടേത് വിനിയോഗിക്കാൻ സാധിക്കണം. അവനവൻ്റെ കുടുംബത്തിൻ്റെ, അവനവൻ്റെ വീട്ടിൻ്റെ, നാടിൻ്റെ യശസ്സിന് ഉപയോഗിക്കാൻ സാധിക്കുക. കാമായ, കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ആഗ്രഹങ്ങൾ. എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, സമ്പത്ത് ധാരാളം ഉണ്ടാക്കുക, ഒരു റുപ്യ ചെലവാക്കാൻ പറ്റില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയാലെന്ന്. അങ്ങനെ സമ്പത്തിന് വേണ്ടി ജീവിക്കല്ല, അത് ഒടുക്കം അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തഥ സുഖലേശ സത്യ എന്ന് ഭഗവത് പാദര് പാടിയിട്ടുണ്ട്. സത്യത്തിൽ ഈ അർത്ഥത്തെ ചിന്തിച്ച് ജീവിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ദുരിതമാണ്. അതുകൊണ്ട് ധാർമ്മികമായിട്ടും സ്വന്തം ആഗ്രഹങ്ങൾക്കും കുറച്ചൊക്കെ സമ്പാദിച്ചു വെക്കാനും മറക്കരുത്. കുറച്ചൊക്കെ അവനവൻ്റെ ചുറ്റുപാടിലുള്ള ജനങ്ങളെ സഹായിക്കാൻ സാധിക്കുക, കുറച്ചൊക്കെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ സാധിക്കുക. ഇങ്ങനെ 5 തരത്തിലായിക്കൊണ്ട് നമ്മുടെ സമ്പത്തിനെ വിഭജിച്ച് ഈ ലക്ഷ്മിയെ നിങ്ങൾ ആരാധിച്ചു കഴിഞ്ഞാൽ, ഇതിലൊന്നും മടി നിങ്ങൾക്കില്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത സമ്പത്ത് നമുക്ക് വരും, യാതൊരു സംശയവുമില്ല. അതുപോലെ സാധിക്കണം നമുക്ക് ധാർമ്മികമായ കാര്യത്തിൽ മടി ഉണ്ടാവരുത്. യശസ് വർദ്ധിക്കാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രങ്ങളും നമ്മുടെ ആചാരങ്ങളൊക്കെ വർദ്ധിക്കാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ സമ്പത്തിനെ ഉപയോഗിക്കാൻ. സ്വന്തം ആഗ്രഹങ്ങളും അതോടൊപ്പം നമുക്ക് പൂർത്തീകരിക്കണം, അത് മാറ്റിവെക്കരുത്. അതോടൊപ്പം തന്നെ കുറച്ച് സേവിങ്സ് ആയിട്ടുണ്ടാവണം. എല്ലാം കൊടുത്തിട്ട് നമ്മളൊന്നുമില്ലാത്തവരാവരുത്. അതോടൊപ്പം തന്നെ സ്വജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചുറ്റുപാടുമുള്ള ജനങ്ങളെയും കുറച്ചൊക്കെ സഹായിക്കാം.
സ്വജനം എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ മാത്രമല്ല, നമ്മളെപ്പോലെ കഷ്ടപ്പെടുന്ന, നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന എത്രയോ പേര് ഇനിയുണ്ട് അത്രേ. അങ്ങനെ ധനത്തെ വിനിയോഗിക്കാനുള്ള ഒരു ക്രമം നമ്മൾ എത്തിക്കഴിഞ്ഞ് ഈ ഒരു ഭഗവതിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഈ ഒരു പ്രാർത്ഥനയിലൂടെ ധനലക്ഷ്മിയുടെ ധ്യാനം നമുക്ക് പഠിക്കാം. ധിമി ധിമി ധിൻ ധിമി ധിൻ ധിമി ധിൻ ധിമി ദുന്ദുഭിനാദ സുപർണമയേ ഘുമ ഘുമ ഘും ഘുമ ഘും ഘുമ ഘും ഘുമ ശംഖനിനാദ സുവാദ്യനുദ വേദപുരാണേതിഹാസ സുപൂജിത വൈദികമാർഗ പ്രദർശയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധനലക്ഷ്മി രൂപിണി പാലയമ. ധനത്തിൻ്റെ അധിപതിയായി പത്മാസനസ്ഥിതയായ ഭഗവതി അഭയവരത മുദ്രകളെ അണിഞ്ഞ് ഇടതുകൈയിൽ അമൃതധനകുംഭവുമായി വലതുകൈയിലൂടെ ചെരിഞ്ഞുകൊണ്ട് ആ ഭക്തർക്ക് അഭീഷ്ടവര പ്രദായിനിയായിക്കൊണ്ടിരിക്കുന്ന ആ അമ്മയെ നിരന്തരം നമുക്ക് ജീവിതത്തിൽ നിത്യവും ചിന്തിക്കുവാൻ സാധിക്കട്ടെ. ഇത്തരത്തിലൊരു 41 ദിവസം നിങ്ങൾ ഈ ഒരു ഭാവത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണ അനുഭവത്തെ നമുക്ക് കിട്ടും, സംശയമില്ല. ധാന്യലക്ഷ്മിയാണ് മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ധാന്യലക്ഷ്മി എന്നുള്ള പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ധാന്യങ്ങളെ പണ്ടുകാലത്ത് കാർഷിക ആവശ്യങ്ങൾക്കും കാർഷിക സമൃദ്ധിക്കും വേണ്ടി ആരാധിച്ചിരുന്ന ഒരു പങ്ക് കൊടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഭഗവതിയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവി. പലതരത്തിലുള്ള നാട്ടിൻ പ്രദേശത്തുള്ള ആചാരങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലക്ഷ്മിയെ സ്വീകരിക്കുന്ന ചടങ്ങുകളും അതോടൊപ്പം തന്നെ ജ്യേഷ്ഠാ ഭഗവതിയെ പുറന്തള്ളുന്ന ചടങ്ങുകളൊക്കെ നമ്മുടെ മലബാറിലും എല്ലാ നാട്ടിലും കാണണം. അങ്ങനെയുള്ള ആചാരങ്ങളിലൂടെ അത് പണ്ടുള്ള കാലത്തുള്ളവർ തുടർന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കാർഷിക സംബന്ധപ്പെട്ടിട്ടുള്ള ഉപാധികളൊന്നും നമ്മുടെ ജീവിതത്തിന് അത്രയധികം മാറ്റൊരയ്ക്കുന്നില്ല. എങ്കിൽ തന്നെ കാർഷിക വ്യവഹാരവുമായി നീങ്ങുന്ന എത്രയോ പേരിവിടെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ അഭിവൃദ്ധി വരാനും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, ഇതൊക്കെ നമ്മുടെ പ്രധാന കാര്യങ്ങളാണ്. അതിലുള്ള ഭക്ഷണ കാര്യങ്ങൾക്ക് ഒരു അഭിവൃദ്ധി വരാനും ഇല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കിട്ടാൻ ഒരു യോഗം വേണമെന്ന് പറയാറുണ്ട്. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പോലും ഭക്ഷണം നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോൾ കാർഷിക ഭഗവതിയായ ധാന്യലക്ഷ്മിയെ ആരാധിക്കുന്നത് മൂലം പലതരത്തിലുള്ള ഭക്ഷണങ്ങളിൽ നിന്നുള്ള കേടുകൾ പോലും പണ്ടുള്ളവർ ആ ഒരു വിശ്വാസത്തിൽ മാറ്റിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ ധാന്യലക്ഷ്മിയുടെ മന്ത്രത്തെ നിത്യം അഷ്ടലക്ഷ്മികളിൽ വെച്ചിട്ട് 41 ദിവസം നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. അതിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ മനസ്സിനും എല്ലാ സമയത്തും നമുക്ക് കിട്ടുന്നതാണ്. ആ ഒരു ധാന്യലക്ഷ്മിയുടെ മന്ത്രത്തെ നമുക്ക് കേൾക്കാം. ഐകലി കൽമഷനാശിനി കാമിനി വൈദികരൂപിണി വേദമയേ ക്ഷീരസമുദ്ഭവ മംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനൂതേ മംഗളദായിനി അംബുജവാസിനി ദേവഗണാർച്ചിത പാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധാന്യലക്ഷ്മി സദാ പാലയമാം. ഈ ഒരു മന്ത്രത്തെ നിത്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതൊരു ഭഗവതിയാണോ ധാന്യലക്ഷ്മിയായിക്കൊണ്ട് ആ പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞ് നമ്മുടെ നാൽക്കാലി സമ്പത്തിനെയും നമ്മുടെ നിത്യജീവിതത്തിലുള്ള വാഹനാദി സമ്പത്തിനെയും എല്ലാ സമ്പത്തിനെയും അനുഗ്രഹിക്കാൻ പാകത്തിന് ശക്തിക്കൊത്ത ആ ഒരു ലക്ഷ്മിയായിക്കൊണ്ടുള്ള ഭഗവതിയുടെ കയ്യിൽ ധാന്യക്കതിരും കരിമ്പ് ദണ്ടുമായിട്ടുള്ള ആ ഒരു ഭഗവതിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താമരയും
കദളീ ഫലങ്ങളുമായി നമ്മുടെ സമൃദ്ധിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമൃദ്ധി നിത്യജീവിതത്തിൽ ധാരാളം സമ്പൽ സമൃദ്ധി ഇല്ലേ? ആ ഓണം പോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ സമ്പൽ സമൃദ്ധിയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരാനാണ് ഈ ഒരു ധാന്യലക്ഷ്മിയെ നമ്മൾ ആരാധിക്കേണ്ടത്. പിന്നീടുള്ളത് ഗജലക്ഷ്മിയാണ്. ഗജലക്ഷ്മിയായിട്ടുള്ള ആ ഒരു ഭഗവതി നമ്മുടെ ഭൗതിക സൗകര്യങ്ങളിൽ കുടുംബം, ഭവനം, വാഹനാദി സൗകര്യം, അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ആ ജ്യോതിഷത്തിൽ ചതുർത്ഥം കൊണ്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളെയും ഊട്ടി ഉറപ്പിക്കുന്നത് ആ ഗജലക്ഷ്മിയായിട്ടുള്ള അമ്മയാണ്. രണ്ട് ഐരാവത സദൃശ്യമായ രണ്ട് വെള്ള ആനകളുടെ എപ്പോഴും അഭിഷേകത്തോടു കൂടി ഉള്ള ഒരു ഭഗവതിയെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ ഗജലക്ഷ്മി താമരപുഷ്പങ്ങളും അഭയമുദ്രയും വരദമുദ്രയുമായി കൊണ്ട് ഭക്തന്മാരുടെ എല്ലാത്തിനെയും സമ്പത്തിനെയും അനുഗ്രഹിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിത്യം നമ്മളിത് പ്രാർത്ഥിക്കുന്നതോടുകൂടി നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് വർദ്ധിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു അഷ്ടലക്ഷ്മികൾ എന്നുള്ളത് ഓരോരോ വിവിധ തരത്തിലുള്ള ആഗ്രഹപൂർത്തീകരണത്തിനാണ് കലിയുഗത്തിൽ മനുഷ്യൻ ആരാധിക്കുന്നത്. ആ പൂർണ്ണ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുടുംബ സൗഖ്യം എന്നുള്ളതും കുടുംബങ്ങളുടെ ഒത്തുചേരലും ഇതൊക്കെയല്ലേ. അങ്ങനെയാണ് പണ്ട് കാലത്ത് വസുധൈവ കുടുംബകം എന്നൊക്കെ പറയാം. ആ കുടുംബം ഒത്തുചേരുമ്പോഴുള്ള ഒരു സുഖം, ആ ഒരു ഐക്യത, ആ ഒരു ആനന്ദം, അത് മറ്റ് പാശ്ചാത്യ രാജ്യക്കാർക്ക് ഇല്ല എന്ന് ഓർക്കുക. നമ്മുടെ ഈ ഒരു ഭാരതത്തിലാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാനും പഠിച്ചതിനെ അറിയാനും ഉള്ള ഒരേ ഒരു അവസരം. അതുകൊണ്ടാണ് ജ്ഞാനവിജ്ഞാന സംയുതമാണ് സനാതനധർമ്മം. ജ്ഞാനം മാത്രമല്ല, അറിവ് എല്ലാ ശാസ്ത്രത്തിലും ഉണ്ട്, എല്ലാ തരത്തിലുള്ള ധർമ്മത്തിലുമുണ്ട്. സനാതനധർമ്മത്തിൽ അതിനെ അനുഭവിക്കാനുള്ള പലതരത്തിലുള്ള ഉപാധികളും വഴികളും അനുഭവിച്ചു മടങ്ങുന്നവരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ ഗജലക്ഷ്മിയെ ആരാധിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തെയും കൊച്ചുകുട്ടികളും മക്കളും പുത്രപൗത്ര അഭിവൃദ്ധിയർത്ഥം പണ്ടുകാലത്ത് കാരണവന്മാരും ഇല്ലേ, മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിറകിലേക്ക് മക്കളായി മരുമക്കളായി അങ്ങനെ ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ബഹളായിരിക്കും. എങ്കിൽ തന്നെയും അവിടെ ഒരു ആനന്ദം അതിൻ്റെ ഇടയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ കുടുംബത്തോടുള്ള ഒത്തുചേരലിനും എല്ലാവരുടെ ഐക്യതയ്ക്കുമാണ് ഈ ഒരു ഗജലക്ഷ്മിയെ നമ്മൾ ആരാധിക്കേണ്ടത്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, വലിയ കമ്പനി നടത്തുന്നവരൊക്കെ നമ്മുടെ നോക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ എടുത്ത് നമ്മൾ ഈ ഗജലക്ഷ്മിയുടെ പൂജ ചെയ്തിട്ടുണ്ട്, അഷ്ടലക്ഷ്മി പൂജയൊക്കെ. അവരൊക്കെ ഈ നോർത്തിലുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരാണ്. അപ്പോൾ ഈ ഗജലക്ഷ്മി പൂജ ചെയ്യുന്തോറും അവരുടെ കമ്പനിയിലൊരു അഭിവൃദ്ധി, ആ ഒരു തൊഴിലാളികൾക്കുള്ള ഒരു താതാത്മ്യം വരുന്നതൊക്കെ അവർക്കൊരു തോന്നലാണ്. അങ്ങനെ വരണം എന്നല്ല, വന്നു എന്നല്ല, പക്ഷെ അതാണ് അതിൻ്റെ അനുഭവം. ആ ഒരു മനസ്സിനൊരു ഐക്യത കൂടും നമുക്ക് കുടുംബത്തിലും എല്ലായിടത്തും. ആ വ്യവഹാരങ്ങളിലാണ് ഉറപ്പിക്കേണ്ടത്. ഗജലക്ഷ്മിയുടെ ധ്യാനത്തെ നമുക്ക് ചിന്തിക്കാം. ജയ ജയ ദുർഗതിനാശിനി കാമിനി സർവഫലപ്രദ ശാസ്ത്രമയേ രഥഗജ തുരംഗപദാദി സമാവൃത പരിജനമണ്ഡിത ലോകനുതേ ഹരിഹര ബ്രഹ്മസുപൂജിത സേവിത താപനിവാരണ പാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ഗജലക്ഷ്മി രൂപിണി പാലയ മാം. ആ ഗജലക്ഷ്മിയായ ഭഗവതി നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഐശ്വര്യത്തെ ചേർത്തുറപ്പിക്കാൻ അനുഗ്രഹം ചൊരിയട്ടെ പ്രാർത്ഥിക്കാം. പിന്നീട് ഉള്ളത് സന്താനലക്ഷ്മിയാണ്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ പരമമായ ആനന്ദമാണ് നമ്മുടെ കുട്ടികൾ ഇല്ലേ. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതിലൊരു തിരിച്ചറിവ് വരുമ്പോഴും നമുക്ക് തുടങ്ങുന്ന ആദ്യത്തെ ആഗ്രഹമാണ് എനിക്കൊരു കുടുംബം, എനിക്കൊരു കുട്ടി, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എന്നുള്ള ഈ ഒരു പൂർത്തീകരണമാണ്, കാമപൂർത്തീകരണമാണ് ഇത്ര ഭൗതിക ജീവിതത്തിൽ ആത്യന്തികമായ മോക്ഷത്തിനു വേണ്ടി ഗാർഹസ്ഥ്യ ജീവിതത്തിൽ നാം പൂർത്തീകരിക്കേണ്ടത്, അനുഭവിക്കേണ്ടത്. ഇതിൽ നിന്നുള്ള ഒരു ആത്യന്തികമായ തൃപ്തിയാണ്, അനുഭൂതിയാണ് മനുഷ്യന് സകലത്തിലേക്കുള്ള വൈരാഗ്യത്തിന് ആദ്യത്തെ കാരണമായി മാറുക.
അതുകൊണ്ട് തന്നെ സന്താന വിഷയം എന്നുള്ളത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് ജ്യോതിശാസ്ത്രത്തിൽ നമുക്ക് ഹോരാശാസ്ത്രത്തിൽ പ്രത്യേകമായിട്ട് സന്താന പ്രകരണം നമുക്ക് പഠിക്കാൻ സാധിക്കും. അവിടെ നമുക്കതിനെ ഓരോന്നിനെയും നിജപ്പെടുത്തിയതായിട്ട് കാണാം. കലലം തു ഏകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ഭുത ദശാഹേന തു കർക്കം തു പേശ്യണ്ടം വാ തതഃപരഹ എന്നിങ്ങനെയുള്ള പ്രമാണങ്ങളിലൂടെ അവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ഒരു ജീവൻ ഇവിടെ ഭൂമിയിൽ ഒരാളുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് വരുന്നതോടുകൂടി അവിടെ പല പല മാറ്റങ്ങളും അവിടെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഉണ്ടാകും. ഒരു ജീവനാണ് ഈ ഒരു സ്പേസിലേക്ക് വരുന്നത്, ഇന്ന് വരെ ഇല്ലാത്തൊരു ശരീരവും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, ഒരു മുറിക്കുള്ളിൽ എത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ആഡ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണില്ലേ പ്രത്യേകം. അതുപോലെ തന്നെ ഈ പ്രകൃതിയിൽ അതിന് പോലും ഒരു കണക്കുണ്ട് എന്നാണ്. അങ്ങനെയുള്ള ഈ മനുഷ്യന്റെ ജീവിതം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ എൻ്റേത് എന്നുള്ള ഈ തോന്നലോടുകൂടിയുള്ള ഈ താതാത്മ്യഭാവം പുത്രഭാവേന ബ്രഹ്മഭാവേന ഇത് തന്നെയാണ് ആത്യന്തിക ജീവിതത്തിലെ മോക്ഷം. ഈ സ്വന്തം മക്കൾ ഉണ്ടാവുക, മക്കളോടുള്ള സ്നേഹം, ആത്യന്തികമായിട്ട് ആ മക്കളുടെ ഒരു നന്മ, അവർക്ക് തിരിച്ചുള്ള ഒരു സ്നേഹം, ഇത് മാത്രം മതി മനുഷ്യന് ജീവിക്കാൻ. നല്ലതുപോലെ ഉള്ള ഒരു കുടുംബത്തിലുള്ളവർക്ക് മറ്റുള്ള പുറത്തേക്ക് പോണ്ടി വരില്ല ഒരു സ്നേഹത്തെ അന്വേഷിച്ചു എന്ന് പറയാറുണ്ട്. അതുപോലെ ആത്യന്തികമായ ആ ഒരു 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 സ്നേഹം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത് സന്താന വിഷയമാണ്. സന്താന ലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പേരാണ്. കാര്യം ഈ ഒരു വിഷയം വളരെ സവിസ്തരം എല്ലാ സപ്താഹവേദികളിലൊക്കെ ആചാര്യന്മാർ പറയുന്നതാണ്. നമ്മുടെ ഇടയിൽ സപ്താഹത്തിനായാലും ക്ഷേത്രങ്ങളിലൊക്കെ ഈ സന്താന പുഷ്പാഞ്ജലിയും മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലുള്ള ഉരുളികമിട്ടൽ ഇങ്ങനെ അനവധി വഴിപാടുകളിലൂടെ നമ്മൾ അതിനൊരു സമാശ്വാസം കണ്ടെത്തുകയാണ്. ഇവിടെ ഈ ലക്ഷ്മീ ദേവിയെ ആരാധിക്കുന്നതോടുകൂടി അതിനൊരു ആത്യന്തികമായ ശമനമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ആ സന്താനഗോപാല മൂർത്തിയായിട്ടുള്ള ആ പൂർണ്ണത്രീശ്വരൻ്റെ ആ ഒരു അമ്മയായ സാക്ഷാൽ വൈകുണ്ഠപത്നിയായ ആ ഭഗവതിയാണ് സന്താനഗോപാല ആ ലക്ഷ്മി. ആ സന്താന ഗോപാലനോട് കൂടിയിട്ടുള്ള ആ ആദിനാരായണനോട് കൂടിയിട്ടുള്ള ആദിമ ലക്ഷ്മി തന്നെയാണ് സന്താന ലക്ഷ്മി. ആ ഒരു കഥയൊക്കെ നമുക്ക് ഭാഗവതത്തിലൊക്കെ കേൾക്കാൻ സാധിക്കും. ആ ഒരു ലക്ഷ്മിയെ ആരാധിക്കുന്നതോടുകൂടി സന്താന ദുഃഖങ്ങൾ നമുക്ക് തീരുന്നതാണ്. സന്താനങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഉള്ള സന്താനങ്ങളുടെ ഒരു അഭിവൃദ്ധി, അവരുടെ ഒരു ക്ഷേമം, അവരിലേക്കൊരു ശ്രദ്ധ ഭഗവതിക്ക് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി നമുക്ക് ആ സന്താന ലക്ഷ്മിയെ ചിന്തിക്കാം. ആ ഒരു പ്രാർത്ഥനയെ കേട്ട് നോക്കാം. ഐകരിവാഹന മോഹിനി ചക്രിണി രാഗവിവർധിനി ജ്ഞാനമയേ ഗുണഗണവാരിധി ലോകഹിതൈഷിണി സപ്തസ്വര ഭൂഷിത ഗാനനുദേ സകല സുരാസുരദേവമുനീശ്വര മാനവവന്ദിത പാദയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി സന്താനലക്ഷ്മീ സദാ പാലയ മാം. സന്താനലക്ഷ്മിയായുടെ അമ്മയുടെ രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കയ്യിൽ അഭയവരത മുദ്രകളും ഏന്തിക്കൊണ്ട് ഭക്തരെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ മടിയിലായിക്കൊണ്ട് ഒരു ചെറിയൊരു കുഞ്ഞിനെയും കിടത്തിയിട്ടുള്ള ആ ഒരു അമ്മയായിട്ടാണ് ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെ. ആ മടിയിൽ കുട്ടിയെ കിടത്തി നമുക്ക് ആ ഭഗവതിയുടെ ആ ഒരു രൂപം തന്നെ കാണാൻ വേണ്ടി സാധിക്കും. സകല ദുരിതത്തിൽ നിന്നും മാറ്റാൻ വേണ്ടി കയ്യിൽ വാളും പരിചയമാകുന്ന ആയുധങ്ങളും ഏന്തിയിട്ടുള്ള ആ ഒരു അമ്മയായിട്ടാണ്. കുട്ടികളുടെ ആത്യന്തികമായ രക്ഷ ആ അമ്മയുടെ മടിത്തട്ടിലാണ് എന്ന് കാട്ടിത്തരുന്നതാണ് ആ ഒരു രൂപം തന്നെ. ആ ധ്യാനത്തെ നമ്മൾ നിരന്തരം ചിന്തിക്കാം. നമ്മുടെ കുട്ടികളുടെയും എല്ലാവരുടെയും യശസ്സിനു വേണ്ടി എന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് അവിടെയുള്ളത് ധൈര്യലക്ഷ്മിയായിട്ടുള്ള ഭഗവതിയാണ്. ധൈര്യലക്ഷ്മിയായിട്ടുള്ള ഭഗവതിയെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക? അവിടെ വിജയലക്ഷ്മി എന്ന ഭാവത്തിലാണ് ധൈര്യലക്ഷ്മിയായിട്ട് പ്രാർത്ഥിക്കുക. പണ്ട് കാലത്ത് യുദ്ധത്തിനും മറ്റുള്ള ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ, ഇപ്പോൾ പല പല ചെറു നാട്ടുരാജ്യങ്ങൾ പണ്ട് നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കടത്തനാട് തുടങ്ങിയതായിട്ടുള്ള നാടുകളൊക്കെ ഇല്ലേ, അവിടെയൊക്കെ ഈ കളരികളിലൊക്കെ ആരാധിക്കുന്ന പരമ്പരകളിൽ പ്രധാനപ്പെട്ട ഒരു ഭഗവതിയാണ് ഈ ലക്ഷ്മി ദേവി. കളരി ഭഗവതിയും കൂടിയാണ് ഈ ധൈര്യലക്ഷ്മിയായിട്ട്.
യുദ്ധങ്ങളിൽ നിന്നും വിജയിക്കാൻ വേണ്ടി, ശത്രുഭയം മാറാൻ വേണ്ടിയിട്ട് ആ ലക്ഷ്മി ദേവിയെ ആരാധിക്കും. അതോടൊപ്പം തന്നെ ഭയം മാറാൻ, പാപം തീരാൻ വളരെ വിശേഷമാണ് ഈ ധൈര്യലക്ഷ്മി. കുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യണമെന്ന് കാര്യം ഇതൊക്കെ നമ്മൾ ഒന്നുകൂടി മനസ്സിലേക്ക് വന്നപ്പോഴാണ്. ഈ ധൈര്യലക്ഷ്മി എന്നുള്ളത്, വിജയലക്ഷ്മി എന്നുള്ളത് ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും ഒരു 10ാം ക്ലാസ്സിനുള്ളിൽ തന്നെ മാനസികമായിട്ട് ധൈര്യം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പൊ തന്നെ നിരന്തരം രാശി നോക്കാൻ വരുന്ന അമ്മമാരുടെ കുട്ടികളുടെ കാര്യം കേൾക്കുമ്പോൾ സങ്കടം തോന്നും. അവർക്ക് എക്സാം പഠിച്ചു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കുന്നില്ല, ആ ഒരു ധൈര്യം കുറയുന്നു, കോൺഫിഡൻസ് ഇല്ല. കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, അതിനെ കൊണ്ടൊന്നും മാറ്റം വരുന്നില്ല. അവിടെ ഒന്ന് ചെയ്തു നോക്കുന്നതാണ്. ആ ഒരു മനസ്സിനൊരു ധൈര്യം വരുന്നത് നമുക്ക് അത്ഭുതമാണെന്ന് തോന്നുന്നതാണ്. ആ വിജയലക്ഷ്മിയെ, ധൈര്യലക്ഷ്മിയെ ജീവിത വിജയത്തിനാണ്. എത്ര ജോലി ചെയ്തിട്ടും പരാജയപ്പെട്ടിട്ടുള്ളവർ, എത്ര ശ്രമിച്ചിട്ടും ഒരു പരീക്ഷ എഴുതാത്തവരൊന്നും നമ്മുടെ നാട്ടിൽ കുറവല്ല. എത്ര ശ്രമിച്ചിട്ടും ഒന്ന് വിദേശത്ത് കിടക്കാൻ ഒന്നിലും ധൈര്യം നമുക്ക് കിട്ടുന്നില്ല. ആ ധീരത എന്നുള്ളത് ഭഗവത് സ്വരൂപത്തോട് ചേരുമ്പോഴത്രേ ബുദ്ധി. ആ വാക്ക് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ആ ലക്ഷ്മി ദേവിയെ ചിന്തിച്ച് നമുക്ക് ആ സകലത്തിൽ നിന്നും, സകല വിഷമങ്ങളിൽ നിന്നും ആ ഒരു കാളി സ്വരൂപത്തിലുള്ള ചുവന്ന വസ്ത്രധാരിയായിട്ടുള്ള ഭഗവതിയാണ് ആ ലക്ഷ്മി ദേവി. ആ ധൈര്യലക്ഷ്മിയുടെ ധ്യാന ശ്ലോകത്തെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ജയ വരവാണി വൈഷ്ണവി ഭാർഗവി മന്ത്രസ്വരൂപിണി മന്ത്രമയേ സുരഗണപൂജിത ശീഘ്രഫലപ്രദ ജ്ഞാനവികാസിനി ശാസ്ത്രനുതേ ഭവഭയകാരിണി പാപവിമോചിനി സാധുജനാർച്ചിത പാദയുതേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധൈര്യലക്ഷ്മി സദാ പാലയമ. ആയുധങ്ങളും പുസ്തകവും ഒക്കെ ധരിച്ച് ആ ഒരു ധൈര്യലക്ഷ്മിയായിട്ടുള്ള അമ്മ ആ ഒരു വിദ്യയ്ക്കും ആ യുദ്ധത്തിനും ഒക്കെ ധൈര്യം സമേതം മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴാണോ മനസ്സിന് ഒരു ധൈര്യം, മനോബല ഊജസാംബരം, ആ പ്രാണേന്ദ്രിയാണം യുധി ശൗര്യവർദ്ധന, പ്രാണനും ഇന്ദ്രിയങ്ങൾക്കൊരു ശൗര്യം വരണം. ആ പ്രാണന് വന്നെങ്കിലേ നമ്മുടെ ശരീരത്തിന് വരുള്ളൂ. അതിനെ പ്രദാനം ചെയ്യുന്ന അമ്മയെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. പിന്നീട് വിജയത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള അമ്മയാണ് ഏഴാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. വിജയലക്ഷ്മിയായിട്ടുള്ള ഭഗവതിയാണ്. വിജയത്തെ പ്രദാനം ചെയ്യാൻ 8 കൈകളിലായിക്കൊണ്ട് ആ ഭഗവതി എല്ലാത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും രക്ഷിക്കാൻ ശംഖ്, ചക്രം, ഗദാപത്മം തുടങ്ങിയതായ അഷ്ടൗഭുജാംഗിം മഹിഷസ്യ മർദിനിയും സശംഖചക്രം ശരശൂലധാരിണിയും, ഈ ഒരു വിചാരത്തിൽ വരുന്ന ഒരു ഭഗവതിയാണ് ഇവിടെ. ശത്രുനാശത്തിന്റെ ഭഗവതിയായി യുദ്ധങ്ങളിൽ ജയിക്കാൻ മാത്രമല്ല, ബിസിനസ്സുകളിലും മറ്റുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിൽ വിജയിച്ചു വരാൻ വേണ്ടി ഈ 8 കൈകളിലായിട്ടുള്ള ആയുധങ്ങളോട് അഭയവരദമുദ്രകളെ അണിഞ്ഞിട്ടുള്ള അമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുക വിജയലക്ഷ്മി. ആ വിജയലക്ഷ്മിയെ ആരാധിക്കുന്നതോടുകൂടി കച്ചവടത്തിലുള്ള വർധനവ് ഇപ്പോൾ ഈ നോർത്തിലൊക്കെ പലയിടത്തും കാണാം. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ പരസ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നോർത്തിലുള്ള ഹിന്ദിക്കാരുടെ. അപ്പോൾ അതുപോലെ നമുക്കത് പരസ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഇത് വളരെ പ്രചാരമാണ്. ഈ അഷ്ടലക്ഷ്മികളിൽ ഈ ഒരു വീരലക്ഷ്മി അഥവാ വിജയലക്ഷ്മി, അത് വിജയലക്ഷ്മി ആയിട്ട് തന്നെയാണ് ഈ ഭഗവതിയെ കാണാൻ സാധിക്കുക. അങ്ങനെയുള്ള ആ ഭഗവതിയുടെ ആ പത്മാസനസ്ഥയായ അമ്മയുടെ ആ ഒരു രൂപത്തെ നമുക്ക് കേൾക്കാം. ജയ കമലാസിനി സദ്ഗതിനാശിനി ജ്ഞാനവികാസിനി ഗാനമയേ അനുദിനമർച്ചിത കുങ്കുമധൂസര ഭൂഷിത വാസിത വാദ്യനുതേ കനകധാരസ്തുതി വൈഭവവന്ദിത ശങ്കരദേശിക മാന്യപദേ ജയ ജയ ഹേ മധുസൂദന കാമിനി വിജയലക്ഷ്മി സദാ പാലയമ.
വിജയലക്ഷ്മിയായ ഭഗവതിയെ പ്രാർത്ഥിച്ച് വിജയത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. എട്ടാമതായി കൊണ്ട് വിദ്യാലക്ഷ്മിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. വിദ്യ അർത്ഥിക്കുന്നവർക്ക് ഇല്ലേ, വിദ്യാർത്ഥികളുടെ ഒരു യോഗ്യത വരുമ്പോഴാണ് അവിടെ നമുക്ക് വരുമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്നെല്ലാം കിട്ടുന്നുണ്ട് എന്നാണ്, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഭഗവത് അനുഗ്രഹം വേണ്ടതുപോലെ ഇല്ല. കുട്ടികളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ ആ പഠിപ്പിനോടൊപ്പം ഭഗവത് വിചാരവും ചേർത്ത് വെക്കാൻ സാധിച്ചെങ്കിലേ അവർ ഉന്നതിയിലെത്തും. എത്ര കേമന്മാരായിട്ടുള്ള അല്ലേ നമ്മളിന്ന് കാണുമ്പോൾ സമ്പത്തല്ല അവരൊന്നും ഉയരുന്നതിന് കാരണം. നമ്മൾ തന്നെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് ഇല്ലേ, സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴത്തിരുന്നിട്ട് പഠിച്ചിട്ട് ഇന്ന് നമ്മളെ പഠിപ്പിച്ച, നമ്മുടെ പൂർവികരെ പഠിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരുള്ള ഭാരതമാണിതെങ്കിൽ, അങ്ങനെ അറിവിനെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളവരാണെങ്കിൽ, എത്രയോ ഋഷീശ്വരന്മാർ ജ്ഞാനദൃഷ്ടികളെ കൊണ്ട് ഈ ലോകത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഇന്ന് നമുക്ക് അറിവില്ലാത്ത കുറവല്ല. എല്ലാ മെറ്റീരിയൽ ലൈഫും നമ്മുടെ കൈമുന്നിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഭഗവത് അനുഗ്രഹം ഒന്നു മാത്രമാണ് നമുക്ക് കുറവ് എന്നുള്ളത് ഉറപ്പിച്ചു വിദ്യാലക്ഷ്മിയുടെ ഈ ധ്യാനത്തെ നിർബന്ധമായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്. അത്ര പോലും പഠിക്കുന്നവർക്ക് പിറകിലോട്ട് പോവാതെ വിജയം കയ്യെത്താൻ വേണ്ടി ഈ ഒരു വിദ്യാലക്ഷ്മി ധ്യാനത്തെ നമുക്ക് ചേർത്ത് വെക്കാം. പ്രണത സുരേശ്വരി ഭാരതി ഭാർഗവി ശോകവിനാശിനി രത്നമയേ മണിമയഭൂഷിത കർണവിഭൂഷണ ശാന്തി സമാവൃത ഹാസ്യമുഖേ നവനിധിദായിനി കലിമലഹാരിണി കാമിതഫലപ്രദഹസ്തയുധേ ജയ ജയ ഹേ മധുസൂദന കാമിനി വിദ്യാലക്ഷ്മി സദാ പാലയ മാം.